ഏഴാം ക്ലാസ്സിലെ അൺചേഞ്ചിങ് റിലേഷൻസ്, മാറുന്ന സംഖ്യകളും മാറാത്ത ബന്ധങ്ങളും എന്നുള്ള ചാപ്റ്ററിലെ ഓൾജിബ്ര അല്ലെങ്കിൽ ബീജഗണിതം എന്നുള്ള പോർഷനാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓൾജിബ്ര അല്ലെങ്കിൽ ബീജഗണിതം എന്നുള്ളത് എന്താണെന്ന് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് തന്നെ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് 4 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. സ്ക്വയറിൻ്റെ പടമാണ് നമുക്കിവിടെ തന്നേക്കുന്നത്. ഡിഫറെൻറ്റ് സൈഡ്സ് ഉള്ള സ്ക്വയേഴ്സ്. അപ്പോൾ നമ്മളിവിടെ ഈ ഓരോ സ്ക്വയറിൻ്റെയും പെരിമീറ്റർ കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്കറിയാം പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എന്ന് പറയുന്നത് അതിൻ്റെ ചുറ്റുമുള്ള അളവ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഓരോ സൈഡ്സും കൂട്ടിയാണ്. അപ്പോൾ ഇവിടെ 4 വശങ്ങളാണുള്ളത്. അപ്പോൾ 4 വശവും നമ്മൾ കൂട്ടുക, അതായത് 3+3+3+3. അപ്പം 4 പ്രാവശ്യം നമ്മളിവിടെ 3 കൂട്ടുന്നുണ്ട്. അതെന്ന് പറയുന്നത് 4 × 3 ചെയ്യുന്നതിനോട് തുല്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, ഒരു വശത്തിൻ്റെ ഒന്നാമത്തെ ഫിഗറിൽ ഒരു വശത്തിൻ്റെ നീളം 3 ആണ്. അപ്പോൾ അതിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 4 × 3 = 12. 4 × 3 = 12. ഇനി രണ്ടാമത്തെ ഫിഗറിൽ ഒരു വശത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ അതിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 4 × 4. ഒരു വശം എത്രയാണോ അതിൻ്റെ 4 ഇരട്ടി, 4 × 4 = 16. ഇനി ഒരു വശത്തിൻ്റെ നീളം 5 ആണെങ്കിൽ അതിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 4 × 5 = 20. ദെൻ 6 ആണെങ്കിൽ 4 × 6 = 24. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, വശത്തിൻ്റെ നീളം എത്രയാണോ അതിനെ 4 കൊണ്ട് നമ്മൾ ഗുണിക്കുവാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ വശത്തിൻ്റെ നീളം മാറുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ 4 എന്നുള്ള ഈ സംഖ്യ, അതായത് ഏത് സംഖ്യ കൊണ്ടാണ് നമ്മൾ ഗുണിക്കുന്നത്, 4 എന്നുള്ള സംഖ്യ ഇവിടെ മാറുന്നില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഏതാണോ മാറുന്നത്, ഏത് സംഖ്യകളാണോ ഇവിടെ മാറുന്നത് അതിനാണ് നമ്മൾ കൂടുതൽ അക്ഷരങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ലെങ്ത് ഓഫ് വൺ സൈഡ് = നമ്മൾ S എന്ന് കൊടുക്കുക, കാരണം അത് മാറുന്ന സംഖ്യയാണ്, അതുകൊണ്ട് S എന്ന് കൊടുത്തു. ഒരു വശത്തിൻ്റെ നീളം S, സ്മോൾ ലെറ്റർ S. അപ്പോൾ അതിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞത് നമുക്ക് എന്തെഴുതാം, ഇത് എഴുതിയിരിക്കുന്ന അനുസരിച്ചാണെങ്കിൽ 4 × S = 4S. 4 × S എന്നുള്ളതിന് 4S എന്ന് എഴുതിയാലും ശരി തന്നെയാണ്. അപ്പോൾ 4S എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 4 × S. അടുത്തൊരു പ്രോബ്ലം നോക്കാം. ഇവിടെ നമുക്ക് റെക്റ്റാങ്കിൾസ് ആണ് തന്നേക്കുന്നത്. ലെങ്ത്തും ബ്രെഡ്ത്തും മാറി വന്നേക്കുന്ന റെക്റ്റാങ്കിൾസ്. അപ്പോൾ ഒന്നാമത്തെ ഫിഗറിലെ ലെങ്ത്ത് എന്ന് പറയുന്നത് 3ഉം ബ്രെഡ്ത്ത് 2ഉം ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ അതിൻ്റെ പെരിമീറ്ററും ഏരിയയുമാണ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചുറ്റളവാണ്, ചുറ്റുമുള്ള അളവ്. അപ്പം 3 + 2 + 3 + 2 അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 3 + 2 + 3 + 2 ഈ ബ്രാക്കറ്റ് ഇട്ടേക്കുന്ന ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ 3 + 2 എന്നുള്ളത് 2 തവണ കൂട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാം, 2 × 3 + 2. അപ്പോൾ 3 + 2 5 ആണ്, 5 × 2 10 എന്ന് കിട്ടും. അപ്പോൾ ചുറ്റളവ് 10 എന്ന് കിട്ടി. ഇനി ഏരിയ എന്ന് പറയുന്നത് 3 × 2, ലെങ്ത് എത്രയാണോ ബ്രെഡ്ത്ത് എത്രയാണോ അതിനെ തമ്മിൽ ഗുണിച്ചേക്കുവാണ്. അപ്പോൾ 3 × 2 = 6, അതാണ് അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. 3 × 2. ഇനി ലെങ്ത്ത് 4ഉം ബ്രെഡ്ത്ത് 3ഉം ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, 4 + 3 + 4 + 3. 4 + 3 എന്നുള്ളത് 2 തവണ നമ്മൾ കൂട്ടിയേക്കുവാണ്. അപ്പോൾ 2 × 4 + 3 = 14. ഇത് കിട്ടിയേക്കുന്ന 4 + 3 എന്നുള്ളത് 7 വരും. 7 × 2 14. അപ്പോൾ 4 × 3 = 12. ദെൻ 5ഉം 4ഉം ആണ് നമ്മൾ എടുക്കുന്നതെങ്കിലോ 5 + 4 + 5 + 4 = 2 × 5 + 4. അപ്പോൾ ഇവിടെയും 5 + 4 ആദ്യം ചെയ്യണം, അതിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 18 18 എന്ന് കിട്ടി. ദെൻ 5 × 4 = 20. അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 20 കിട്ടി. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലെങ്ത്തും ബ്രെഡ്ത്തും എത്രയാണോ അത് തമ്മിൽ കൂട്ടിയിട്ട് അതിനെ 2 കൊണ്ട് ഗുണിക്കുന്നതാണ് ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ. ഇനി ഏരിയ എന്ന് പറയുന്നത് എന്താ, ലെങ്ത്തും ബ്രെഡ്ത്തും കൂടെ ഗുണിക്കുക. അപ്പോൾ നമുക്ക് ഇതിനെ അക്ഷരങ്ങൾ ഉപയോഗിച്ചൊന്ന് എഴുതി നോക്കിയാലോ. അപ്പോൾ ഈ തന്നേക്കുന്ന ലെങ്ത്ത് എന്നുള്ളതിന് L എന്നും ബ്രെഡ്ത്ത് എന്നുള്ളതിന് B എന്നും കൊടുക്കുക. അപ്പം നമ്മളിവിടെ ചേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ അക്ഷരങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ L എന്നും കൊടുത്തു, B എന്നും കൊടുത്തു. അപ്പോൾ ഇവിടുത്തെ നമ്മൾ ചെയ്തനുസരിച്ച് എങ്ങനെ എഴുതാം, L + B + L + B. എത്ര തവണ L + B കൂട്ടിയേക്കുന്നത്, 2 തവണ. അപ്പോൾ 2 × L + B. അപ്പോൾ ഇൻറ്റു എന്നുള്ളത് ഇടാതെ തന്നെ നമുക്ക് അവിടെ എഴുതാം. അപ്പോൾ 2 ബ്രാക്കറ്റിനകത്ത് L + B. ഇത് വായിക്കുന്ന 2 × L + B. ഇനി നമ്മൾ പറഞ്ഞു അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താ, L × B. അപ്പം L × B എന്ന് പറഞ്ഞാൽ LB. LB എന്ന് പറഞ്ഞാലും L × B തന്നെയാണ്. ഇപ്പം ഈ പ്രോബ്ലം ഒന്ന് നോക്കിക്കേ. ഒരു സംഖ്യ, നമുക്കിവിടെ 5 കോളംസ് ആണ്, അതിൽ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒരു സംഖ്യ എഴുതുക, തൊട്ടടുത്ത ഒരു സംഖ്യ എഴുതുക, ഇനി ഈ സംഖ്യയും തൊട്ടടുത്ത സംഖ്യയും കൂടെ കൂട്ടുക, ദെൻ ആദ്യത്തെ സംഖ്യയുടെ 2 മടങ്ങ് എടുക്കുക, ആദ്യത്തെ സംഖ്യയുടെ 2 മടങ്ങിനോട് 1 കൂട്ടുക. അപ്പോൾ നോക്കിയാൽ നമുക്ക് നോക്കാം, ഒരു സംഖ്യ എടുത്തു 5.
തൊട്ടടുത്ത ഒരു സംഖ്യ 6. പിന്നെ ഇത് തമ്മിൽ കൂട്ടുവാണെങ്കിൽ എന്ത് കിട്ടും? 5 + 6 = 11 എന്ന് കിട്ടി. ഇനി ആദ്യത്തെ സംഖ്യ 5 ആയിരുന്നു, അതിൻ്റെ 2 മടങ്ങ് 2 times the first number. അപ്പോൾ 2 × 5 = 10. ദെൻ ഇതിൻ്റെ കൂടെ 1 കൂട്ടുക, ആഡ് 1 to 2 times the first number. അപ്പോൾ 10 + 1 = 11. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും മൂന്നാമത്തെ കോളത്തിലെ സംഖ്യയും അഞ്ചാമത്തെ കോളത്തിലെ സംഖ്യയും തുല്യമാണ്. ഇപ്പോൾ നമുക്ക് വേറെയും കുറേ സംഖ്യകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 6ഉം 7ഉം എടുക്കുകയാണെങ്കിൽ 6 എടുത്തു, അതിൻ്റെ അടുത്ത സംഖ്യ 7, രണ്ടും കൂടെ കൂട്ടി 13 കിട്ടി. ആദ്യത്തെ സംഖ്യയുടെ ഇരട്ടി എടുത്തു 12, അതിൻ്റെ കൂടെ 1 കൂട്ടി 13. ഇവിടെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും തുല്യമാണ്. ഇനി 7ഉം 8ഉം എടുക്കുകയാണെങ്കിലോ 7 എടുത്തു, തൊട്ടടുത്ത സംഖ്യ 8 എടുത്തു, രണ്ടും കൂടെ കൂട്ടി 15 കിട്ടി. ഇനി 7ൻ്റെ ഇരട്ടി എടുത്തു 14, അതിൻ്റെ കൂടെ 1 കൂട്ടുക, അപ്പോൾ 15. അപ്പോൾ ഇവിടെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും രണ്ടും തുല്യമാണ്. അപ്പോൾ നമുക്കിവിടെ മാറുന്ന ഇതിന് നമ്മൾ എക്സ് എന്നുള്ളൊരു നമ്പർ കൊടുക്കുക, എക്സ് എന്നുള്ള അക്ഷരം കൊടുക്കുക, സംഖ്യ എന്നുള്ളതിന് എക്സ് എന്ന് കൊടുത്തു. അപ്പോൾ അടുത്ത സംഖ്യ എന്ത് വരും? x + 1. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ 7 ആണെങ്കിൽ 8 എന്നുള്ളത് എന്താ? 7 + 1. 6 ആണെങ്കിൽ ഇവിടെ 7 എന്നുള്ളത് 6 + 1. അപ്പോൾ ഇവിടെ x ആണെങ്കിൽ ഇവിടെ x + 1. പിന്നെ ഇത് തമ്മിൽ കൂട്ടണം, അപ്പം x + 1. അപ്പം നമ്മളിപ്പോൾ സംഖ്യ കൂട്ടുന്ന പോലെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ x + 1. അപ്പോൾ ഇതെങ്ങനെ കൂട്ടും? ഇവിടെ എത്ര x ഉണ്ട്? 2x ഉണ്ട്. അപ്പോൾ x + x എന്നുള്ളതിനെ നമുക്ക് 2x എന്ന് എഴുതാം. 2x ഉള്ളതുകൊണ്ട് 2x. അപ്പോൾ 2x + 1. ഇനി നമുക്കിവിടെ ആദ്യത്തേൻ്റെ ഇരട്ടി, അപ്പോൾ 2 × x. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു ഇൻറ്റു എന്നുള്ളത് നമ്മളവിടെ ഇടേണ്ട കാര്യമില്ല, അപ്പോൾ നമ്മൾ 2x. അപ്പോൾ നമുക്കിവിടെ നോക്കിയേ, ഇതിൻ്റെ കൂടെ 1 കൂട്ടുക, 2x + 1. അപ്പോൾ ഇവിടെയും 2x + 1 ആണ്, അഞ്ചാമത്തെ കോളത്തിലും 2x + 1. അപ്പോൾ ഇത് രണ്ടും തുല്യമാണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് തുല്യമാണെന്ന് കിട്ടിയേക്കുന്നത്? സം ഓഫ് എ നമ്പർ ആൻഡ് ദ നെക്സ്റ്റ് നമ്പറും ആഡ് 1 to 2 times the first number എന്ന് പറയുന്നതും തുല്യമാണ്. സംഖ്യയും തൊട്ടടുത്ത ഒരു സംഖ്യയും കൂട്ടിയതും ആദ്യ സംഖ്യയുടെ 2 മടങ്ങിനോട് 1 കൂട്ടിയതും തുല്യമാണെന്ന് നമുക്ക് കിട്ടി. If we take any natural number and add the next natural number, or if we add double the first number and add 1, we get the same number as the result. ഏതെങ്കിലും എണ്ണൽ സംഖ്യ എടുത്ത് അതിനടുത്ത എണ്ണൽ സംഖ്യ കൂട്ടിയാലും ആദ്യത്തെ സംഖ്യയുടെ 2 മടങ്ങിനോട് 1 കൂട്ടിയാലും ഒരേ സംഖ്യ തന്നെ കിട്ടും. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ ലെറ്റേഴ്സ് ഉപയോഗിച്ച് അതിനെ പൊതുവായിട്ട് നമ്മൾ എഴുതിയേക്കുവാണ്. പല പല നമ്പറുകൾ ഇട്ട് നോക്കി നമ്മൾ കണ്ടുപിടിച്ചു, എന്നിട്ട് പൊതുവായിട്ടുള്ള ആ തത്വം നമ്മൾ ലെറ്റേഴ്സ് ഉപയോഗിച്ച് എഴുതി. ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ ഓൾജിബ്ര അല്ലെങ്കിൽ ബീജഗണിതം എന്ന് പറയുന്നത്. The mathematical shorthand of writing number-related facts using letters is called algebra. സംഖ്യകളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ അക്ഷരങ്ങൾ ഉപയോഗിച്ച് ചുരുക്കി എഴുതുന്ന രീതിയാണ് ബീജഗണിതം. ഇപ്പോൾ ഞാനിവിടെ കുറേ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുമ്പം എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു ഷോർട്ടായിട്ട് നമ്മൾ എഴുതിയേക്കുന്നതാണ്. ഇങ്ങനെയും പരീക്ഷയ്ക്ക് ചോദിക്കാറുമുണ്ട്. അപ്പോൾ നോക്കാം. എ നമ്പർ, ഒരു നമ്പർ എന്നുള്ളതിന് നമ്മൾ ബീജഗണിത രൂപത്തിൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതിയാൽ മതി? എക്സ്, ഒരു സംഖ്യ എക്സ്. ആഡ് 2 to a നമ്പർ, ഒരു സംഖ്യയോട് നമ്മൾ 2 കൂട്ടിയത്, അപ്പോൾ അതിനെ അങ്ങനെ എഴുതണം എക്സ് + 2. ഒരു സംഖ്യയോട് 2 കൂട്ടിയതെന്ന് പറയുന്നത് എക്സ് + 2. ഇനി ആഡ് 3 to a നമ്പർ, ഒരു സംഖ്യയോട് 3 കൂട്ടുന്നത് എങ്ങനെ എഴുതാം? എക്സ് + 3. ഇനി 2 times a നമ്പർ, ഒരു സംഖ്യയുടെ 2 മടങ്ങ് നമുക്ക് 2x. 2 × x ആണ്, അപ്പോൾ നമ്മൾ 2x എന്ന് എഴുതിയാൽ മതി അവിടെ. 5 times a നമ്പർ, ഒരു സംഖ്യയുടെ 5 മടങ്ങ് എന്ന് പറയുമ്പോൾ എന്ത് വരും? 5x. ഇനി ആഡ് 1 നമ്പർ ടു അനദർ നമ്പർ, ഒരു സംഖ്യയോട് മറ്റൊരു സംഖ്യ കൂട്ടിയത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സംഖ്യയോട് വേറൊരു സംഖ്യയാണ് കൂട്ടുന്നത്, അപ്പോൾ നമ്മൾ വേറൊരു അക്ഷരം കൂടെ ഉപയോഗിക്കണം. അതാണ് y നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ x + y, ഒരു നമ്പറിനോട് വേറൊരു നമ്പർ നമ്മൾ കൂട്ടി. ഇനി ആഡ് 1 to 2 times a നമ്പർ, ഒരു സംഖ്യയുടെ 2 മടങ്ങിനോട് 1 കൂട്ടിയത്. അപ്പം ഒരു സംഖ്യയുടെ 2 മടങ്ങുണ്ട്, അതിൻ്റെ കൂടെ 1 കൂടെ കൂട്ടണം. അപ്പോൾ ഒരു സംഖ്യയുടെ 2 മടങ്ങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാതെ 2x ആണ്, അതിൻ്റെ കൂടെ 1 കൂട്ടുക എന്ന് പറയുമ്പോൾ +1, 2x + 1. ഇനി മൾട്ടിപ്പിൾ ഓഫ് 3, അതായത് 3ൻ്റെ ഗുണിതങ്ങൾ അല്ലെങ്കിൽ 3 times a നമ്പർ എന്നുള്ളത് രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ 3x. ഇനി സബ്ട്രാക്ട് 2 times a നമ്പർ ഫ്രം 5 times the നമ്പർ, ഒരു സംഖ്യയുടെ 5 മടങ്ങിൽ നിന്നും സംഖ്യയുടെ 2 മടങ്ങ് കുറച്ചത്. അപ്പോൾ ആദ്യം ഏതിൽ നിന്ന് നമ്മൾ കുറയ്ക്കേണ്ടത്? ഒരു സംഖ്യയുടെ 5 മടങ്ങിൽ നിന്നാണ് കുറയ്ക്കേണ്ടത്. അപ്പോൾ ഒരു സംഖ്യയുടെ 5 മടങ്ങ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുന്നത്? 5x. ഇനി ഒരു സംഖ്യയുടെ 2 മടങ്ങ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുന്നത്? 2x. അപ്പം 5 മടങ്ങിൽ നിന്നും 2 മടങ്ങ് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 5x - 2x. അപ്പോൾ നമുക്ക് ഒരു കാര്യം
തന്നിട്ട് അത് അതിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ തന്നേക്കുന്ന കാര്യങ്ങളൊന്ന് വായിച്ച് കറക്റ്റായിട്ട് വായിച്ചിട്ട് അതനുസരിച്ച് നമുക്ക് അതിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതാനായിട്ട് പറ്റും. ഇനി നമുക്ക് തിരിച്ച് എഴുതാനായിട്ട് പറ്റുമോ? നമുക്കിപ്പം ഓൾജിബ്രിക് എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് നമ്മൾ അതിൻ്റെ മാത്തമാറ്റിക്കൽ റിലേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഓർഡിനറി ലാംഗ്വേജിൽ നമ്മളോട് എഴുതാൻ പറയുക. ഇപ്പോൾ സപ്പോസ് 2x - 1. അപ്പോൾ ഇവിടെ നമ്മൾ 1 ഏതിൽ നിന്നാണ് കുറച്ചേക്കുന്നത്? അതിൻ്റെ ആ സംഖ്യയുടെ 2 ഇരട്ടിയിൽ നിന്ന് അല്ലേ, 2 മടങ്ങിൽ നിന്നാണ് കുറച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സബ്ട്രാക്ട് 1 ഫ്രം 2 ടൈംസ് എ നമ്പർ. ഒരു സംഖ്യയുടെ 2 മടങ്ങിൽ നിന്നും 1 കുറച്ചത്. ഇനി x - y. ഇപ്പോൾ ഇവിടെ 2 സംഖ്യകളുണ്ട്, വേറെ വേറെ സംഖ്യകളാണ് അല്ലേ. അപ്പോൾ ഒരു സംഖ്യ നമ്മൾ മറ്റൊരു സംഖ്യയിൽ നിന്നാണ് കുറച്ചേക്കുന്നത്. അപ്പോൾ എങ്ങനെ എഴുതാം? സബ്ട്രാക്ട് 1 നമ്പർ ഫ്രം അനദർ നമ്പർ. ഒരു സംഖ്യയോട് മറ്റൊരു സംഖ്യ കുറച്ചത്. ഇനി ഇവിടെ നമ്മൾ 5x - 2y, അതായത് ഒരു സംഖ്യയുടെ 2 മടങ്ങിൽ നിന്നും മറ്റൊരു സംഖ്യയുടെ 5 മടങ്ങ് നമ്മൾ കുറച്ചേക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സബ്ട്രാക്ട് 2 ടൈംസ് എ നമ്പർ ഫ്രം 5 ടൈംസ് അനദർ നമ്പർ. വേറൊരു സംഖ്യയുടെയാണ് നമ്മൾ കുറയ്ക്കേണ്ടത്. ഒരു സംഖ്യയുടെ 5 മടങ്ങിൽ നിന്നും മറ്റൊരു സംഖ്യയുടെ 2 മടങ്ങ് കുറച്ചത്. അപ്പോൾ നമുക്ക് തിരിച്ചും എഴുതാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഒരു നമ്പർ സീക്വൻസും ഓൾജിബ്ര ആയിട്ടുള്ള റിലേഷൻ നോക്കാം. ഇത് 10ാം ക്ലാസ്സിലൊക്കെ നമുക്ക് ഇതുപോലെയുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. 10ാം ക്ലാസ്സിൽ ആദ്യത്തെ ചാപ്റ്റർ തന്നെ ഇത് നമ്പർ സീക്വൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നമുക്ക് എങ്ങനെയാണ് നമ്പർ സീക്വൻസ് എന്നതിൻ്റെ ഓൾജിബ്രിക് ഫോം എഴുതുന്നത് നോക്കാം. നമുക്കിവിടെ ഒരു നമ്പർ സീക്വൻസ് തന്നിട്ടുണ്ട്. 4, 7, 10, 13 എക്സെട്ര. കുറച്ച് നമ്പേഴ്സ് കോമയായിട്ട് നമ്മൾ എക്സെട്ര ആയിട്ട് എഴുതുകയാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ പിന്നെ പഠിക്കും. അപ്പോൾ ഇവിടെ 4 എന്നുള്ളതിനെ നമുക്കറിയാം 3 + 1 എന്ന് നമുക്ക് എഴുതാം അല്ലേ. 4 എന്നുള്ളതിനെ 3 + 1 എന്ന് എഴുതാം. 7, 6 + 1 എന്ന് പറയുന്നത് 7. 10, 9 + 1, 10. ദെൻ 12 + 1 ആണ് 13. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ മാറുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? 3, 6, 9, 12. മാറാത്തതോ 1 + 1 എന്നുള്ളത് മാറുന്നില്ല. അപ്പോൾ മാറാത്ത സംഖ്യകൾ നമ്മൾ അങ്ങനെ തന്നെ ഇട്ടേക്കുക. മാറുന്ന സംഖ്യകളാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുക 3, 6, 9, 12. ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇതെല്ലാം തന്നെ 3ൻ്റെ ഗുണിതങ്ങളാണ്, 3യുടെ മൾട്ടിപ്പിൾസാണ്. അതായത് 3 × 1 + 1, 3 × 2 + 1, 3 × 2 ആണ് 6, ദെൻ 3 × 3 ആണ് 9, ദെൻ 3 × 4 ആണ് 12. ഇനി ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ ഈ തന്നേക്കുന്നതിൽ 3 എല്ലാത്തിലും ഉണ്ട്. അത് മാറുന്നുണ്ടോ? ഇല്ല. പിന്നെ മാറുന്ന ഏതാ? 1, 2, 3, 4. അതാണ് മാറുന്നത്. പിന്നെ +1 എന്നുള്ളത് മാറുന്നില്ല. അപ്പോൾ ഈ മാറുന്ന ഏതാണോ അതിനാണ് നമ്മൾ എക്സോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലെറ്റർ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടെ മാറുന്നത് നമുക്ക് 3 × ഒരു ലെറ്റർ +1 അതാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് ബീജഗണിത രൂപം എന്ന് പറയുമ്പോൾ എന്ത് വരും? 3n + 1. ഇവിടെ n എന്നുള്ള ഒരു നമ്പർ അത് എടുത്തിട്ടുള്ളൂ. നമുക്ക് 3x + 1 എന്ന് എഴുതിയാലും ശരി തന്നെയാണ്, 3n + 1 എന്ന് എഴുതിയാലും ശരി തന്നെയാണ്. ഇനി നമുക്ക് വേറൊരു സീക്വൻസ് തന്നിട്ട് നോക്കാം. 1, 3, 5, 7 എക്സെട്ര. അപ്പോൾ ഇതിൽ അടുത്ത 2 സംഖ്യകൾ നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറയുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കിയേ, ഇവിടെ ഒന്നാമത്തെ 1, ഈ 3 എങ്ങനെയാണ് കിട്ടിയേക്കുന്നത്? ഈ 1ൻ്റെ കൂടെ 2 കൂട്ടുന്നത് അല്ലേ. 3 = 1 + 2. 5 എന്ന് പറയുന്നു 3 + 2. 7 എന്ന് പറയുന്നു 5 + 2. അതായത് അതിന് തൊട്ട് മുമ്പുള്ള സംഖ്യ എത്രയാണോ അതിൻ്റെ കൂടെ 2 കൂട്ടുക. 2 ആണ് എല്ലാത്തിൻ്റെയും കൂടെ കൂട്ടി നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ 9 ആണെങ്കിൽ അടുത്ത സംഖ്യ എന്തായിരിക്കും വരുന്നത്? 9 + 2 11. അടുത്തോ 11 + 2 13. അതായത് ആഡിങ് 2 ടു ദ പ്രീവിയസ് നമ്പർ. മുൻപുള്ള സംഖ്യയോട് 2 കൂട്ടിയാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ഏത് സംഖ്യ എടുത്താലും ഇപ്പോൾ 3 എടുത്തു, നമ്മളുടനെ അതിന് മുമ്പുള്ള സംഖ്യയോട് കൂടെ കൂട്ടി. അതിന് മുമ്പുള്ള സംഖ്യ 1 ആയിരുന്നു, അതിൻ്റെ കൂടെ 2 കൂട്ടി. 5 എടുത്തു, അങ്ങനെയാണെങ്കിൽ അതിന് മുമ്പുള്ള സംഖ്യ 3 ആയിരുന്നു, അപ്പോൾ 3യുടെ കൂടെ 2 കൂട്ടി. അപ്പം ഇൻ ദിസ് പാറ്റേൺ ഇഫ് എ നമ്പർ ഈസ് എക്സ്, വാട്ട് ഈസ് എ നെക്സ്റ്റ് നമ്പർ? ഒരു നമ്പർ എക്സ് ആണെങ്കിൽ അതിൻ്റെ അടുത്ത നമ്പർ എന്തായിരിക്കും വരുന്നത്? x + 2. ഒരു സംഖ്യ എക്സ് ആയാൽ തൊട്ടടുത്ത സംഖ്യ എന്ന് പറയുന്നത് x + 2. അപ്പോൾ ഇതുപോലെ ഈ തന്നേക്കുന്ന സീക്വൻസ് നമ്മൾ നോക്കുവാണെങ്കിലോ 2, 4, 6, 8, 10 എക്സെട്ര. ഇതിൻ്റെ അടുത്ത 2 എണ്ണം കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വന്നേക്കുന്നത്? 2 കൂട്ടിയാണ് വന്നേക്കുന്നത് അല്ലേ. 2 + 2 4, 4 + 2 6, 6 + 2 8, 8 + 2 10. അപ്പോൾ അടുത്ത എന്ത് വരും? 10 + 2 12, 12 + 2 14. അത് 2 കൂട്ടി നമ്മൾ എഴുതി. ഇനി ഒരു സംഖ്യ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുവാണെങ്കിൽ അടുത്ത സംഖ്യ എന്തായിരിക്കും? അപ്പം തൊട്ടടുത്ത സംഖ്യ 2 കൂട്ടുക അല്ലേ. അപ്പം x + 2. ഇനി നമ്മൾ ഈ സീക്വൻസ് നോക്കുവാണെങ്കിലോ 1, 6, 11, 16, 21 എക്സെട്ര.
ഈ സീക്വൻസിൻ്റെ അകത്ത് നമ്മളിതുപോലെ നോക്കിക്കേ, എത്രയാണ് കൂട്ടിയേക്കുന്നത്? എല്ലാം കൂട്ടുക എന്നുള്ളതില്ല, അവിടെ മാറി മാറി വരും. നമ്മൾ ശ്രദ്ധിച്ച് കുറേ തവണ സംഖ്യകൾ നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിലോ 1 + 5 ആണ് 6, 6 + 5 ആണ് 11. അപ്പോൾ 5 തന്നെയാണ് നമ്മൾ കൂട്ടിയേക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് 5 കൂട്ടിയാണ് എഴുതിയേക്കുന്നത്. 11 + 5 16, 16 + 5 21. അപ്പോൾ അടുത്ത സംഖ്യ എന്ത് വരും? 21 + 5 26, 26 + 5 31. അപ്പം ഒരു സംഖ്യ എക്സ് ആണെങ്കിൽ അടുത്ത സംഖ്യ എടുത്താൽ തൊട്ടടുത്ത സംഖ്യ എന്ന് പറയുന്നത് എന്ത് വരും? അപ്പം x + 5. ഇനി അടുത്ത ഈ നമ്പർ നോക്കുവാണെങ്കിൽ, ഈ നമ്പർ സീക്വൻസ് നോക്കുവാണെങ്കിലോ 1 4 7 10, അതായത് തൊട്ട് ഇപ്പം നമ്മൾ കണ്ട നമ്പർ സീക്വൻസ് തന്നെയാണിത്. അപ്പം 1 + 3 ആണ് 4, 4 + 3 ആണ് 7, 7 + 3 ആണ് 10. അതായത് ഏത് നമ്പറാണ് നമ്മൾ ഏത് സംഖ്യ ഇവിടെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? 3 ആണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൂട്ടുന്നത്, അപ്പോൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ 10 + 3 എത്ര വരും? 13. അപ്പോൾ അടുത്ത സംഖ്യ 13 കിട്ടി. അതിൻ്റെ അടുത്ത സംഖ്യയോ 13 + 3 = 16. അപ്പോൾ അങ്ങനെ നമുക്ക് അടുത്ത സംഖ്യ എഴുതാനായിട്ട് പറ്റും. അപ്പോൾ പൊതുവായിട്ട് നമ്മൾ ഒരു സംഖ്യ എക്സ് ആണെങ്കിൽ അടുത്ത സംഖ്യ തൊട്ടടുത്ത സംഖ്യ എന്ന് പറയുന്നത് എന്ത് വരും? x + 3. കാരണം നമ്മൾ 3 കൂട്ടിയാണ് എഴുതിയേക്കുന്നത്. ഇനി നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ പേജ് 39 കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അതിൽ കുറച്ച് മാത്രമേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ നോക്കാം. ഡു ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്പറേഷൻസ് ഓൺ സെവറൽ നമ്പേഴ്സ് ആൻഡ് ഡിസ്ക്രൈബ് ദ റിസൾട്ട് ഇൻ എ ഡിഫറെൻറ്റ് ഫോം. റൈറ്റ് each such relation in ordinary language, then write it as an algebraic expression using letters. ചുവടെ പറയുന്ന ഓരോ ക്രിയയും പല സംഖ്യകളെടുത്ത് ചെയ്തു നോക്കൂ. ഉത്തരമായി കിട്ടുന്ന സംഖ്യയെ മറ്റൊരു തരത്തിൽ വിവരിക്കുക. ഇങ്ങനെ കിട്ടുന്ന ഓരോ ബന്ധത്തെയും പൊതുവായ ഒരു തത്വമായി സാധാരണ ഭാഷയിൽ എഴുതുക. അത് ബീജഗണിത രീതിയിൽ അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതുക. അപ്പോൾ നമുക്ക് താഴെ കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പല സംഖ്യകൾ ഇട്ട് നോക്കി അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കുക. ആ റിസൾട്ട് വെച്ചിട്ട് നമ്മളതിനെ ആ റിലേഷനെ നമ്മളൊരു ഓർഡിനറി ലാംഗ്വേജിൽ എഴുതണം. അതുപോലെ തന്നെ അതിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ലെറ്റേഴ്സ് ഉപയോഗിച്ചും നമ്മൾ എഴുതണം. അതാണ് ചോദ്യം. ഇപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ആഡ് ടു എ നമ്പർ 2 more than the number. ഒരു സംഖ്യയും അതിനോട് 2 കൂട്ടിയതും തമ്മിൽ കൂട്ടുക. ഒരു സംഖ്യയും അതിനോട് 2 കൂട്ടിയതും തമ്മിൽ കൂട്ടുക. ആഡ് ടു എ നമ്പർ 2 more than the number. ഇപ്പോൾ നോക്കിയേ, നമുക്ക് നമ്പേഴ്സ് 1 2 3 എന്ന് എടുക്കുക. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞേക്കുന്ന ഓർത്തോണം, ഒരു സംഖ്യയുടെ കൂടെ ഏത് സംഖ്യയാണോ എടുക്കുന്ന ആ സംഖ്യയുടെ കൂടെ 2 കൂട്ടിയതും കൂടെ പിന്നെയും കൂട്ടണം. അതാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ നമ്മൾ 1 2 3 എന്നുള്ള സംഖ്യകൾ എടുക്കുക. ഇപ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ സംഖ്യ എടുത്ത് നമ്മൾ നോക്കുക, കുറച്ച് ചെയ്ത് നോക്കിയിട്ട് നമുക്കതിൻ്റെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇവിടെ നോക്കുക, 1 2 3 എന്നുള്ള എടുക്കുമ്പം ഒരു സംഖ്യ അതിനോട് 2 കൂട്ടുക. അതിനോട് 2 കൂട്ടാന്ന് ഇപ്പോൾ സംഖ്യ നമ്മൾ 1 എടുത്തു, അപ്പോൾ അതിനോട് 2 കൂട്ടാന്ന് പറഞ്ഞാൽ 1 + 2 അല്ലേ? അപ്പോൾ അത് ഇതിനോട് കൂടെ കൂട്ടണം, ഒന്നിനോട് തന്നെ കൂട്ടണം. ആഡ് ടു എ നമ്പർ 2 more than the number. ഏത് നമ്പറാണോ നമ്മൾ എടുക്കുന്നത് അതിൻ്റെ 2 കൂടെ കൂട്ടിയിട്ട് അത് ഇതിനോട് കൂട്ടണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 1 + 1 + 2. 1 + 1 + 2 എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് 4 അല്ലേ? അപ്പോൾ ഇതിനെ നമ്മൾ വേറൊരു രീതിയിലും കൂടെ എഴുതി നോക്കണം അല്ലേ? ഇപ്പോൾ ഇവിടെ നമ്മൾ 1 + 1 + 2, ഞാൻ ഈ ബ്രാക്കറ്റിൽ ഇട്ടേക്കുന്നവർ പറയുന്ന അനുസരിച്ചാണ് ഇവിടെ നോക്കിയാൽ 2 more than the number. ഏത് നമ്പറാണോ ആ നമ്പറിൻ്റെ 2 കൂടുതൽ, അപ്പോൾ 1 + 2 അതാണ് ബ്രാക്കറ്റിൽ ഇട്ടേക്കുന്നത്. എന്നിട്ട് അത് തമ്മിൽ കൂട്ടുക. അപ്പോൾ ഈ ബ്രാക്കറ്റ് നമ്മളൊന്ന് മാറ്റുകയാണെങ്കിൽ നമുക്കിവിടെ എഴുതാൻ പറ്റും 1 + 1. ഇതിന് ഞാൻ ബ്രാക്കറ്റ് ഇട്ടു, ഈ ബ്രാക്കറ്റ് ഇപ്പുറത്തോട്ട് മാറ്റി. 1 + 1 + 2. അപ്പോൾ ഇതിന് മാറ്റമൊന്നും ഇല്ലല്ലോ, ഇത് 4 തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ കൂട്ടുവാണ്. 1 + 1 എത്രയാണ്? 2. 2 + 2. 2 + 2 എന്ന് പറയുന്നത് 4 തന്നെയാണ്. ഇനി ഈ 2 + 2, അപ്പോൾ ഇതിൽ ഈ 2 + 2 എന്നുള്ളതിന് 2 എന്നുള്ളതിന് 2 × 1 + 2. ഇത് നമുക്ക് ആദ്യം എഴുതാൻ പറ്റത്തില്ല, അടുത്തൊരു സംഖ്യയൊക്കെ എഴുതി കഴിയുമ്പോഴേ എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. അതിൻ്റെ ആ ഒരു കറക്റ്റ് ഓർഡർ എഴുതാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ അടുത്ത സംഖ്യ ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ നോക്കാം. അപ്പോൾ 2 എഴുതി, ഈ സംഖ്യയുടെ കൂടെ 2 + 2, അതായത് 2 കൂടെ കൂട്ടി, എന്നിട്ട് അതും കൂടെ കൂട്ടി. അപ്പോൾ 2 + 2 + 2 = 6 എന്ന് എഴുതി. ഇനി 2 + 2 ബ്രാക്കറ്റ് നമ്മൾ മാറ്റി. അപ്പോൾ നമുക്ക് 4 + 2 എന്ന് കിട്ടി. അപ്പോൾ നേരത്തെ ഇവിടെ 2 ആയിരുന്നു, ഇവിടെ 4 എന്നാണ് ഇപ്പോൾ കിട്ടിയേക്കുന്നത്. 4 + 2 6 എന്ന് നമുക്ക് അറിയാം. ഇനി നമ്മൾ 3 എടുത്ത് നോക്കുക. 3 എന്നുള്ള സംഖ്യ എടുത്തു, അതിനോടുകൂടെ 2 കൂട്ടി, ഇതിൻ്റെ കൂടെ കൂട്ടി. അപ്പോൾ 3 + 3 + 2 = 8. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ബ്രാക്കറ്റ് മാറ്റി. അപ്പോൾ 3 + 3 + 2. അപ്പോൾ 3 + 3 എന്ന് പറയുന്നത് എന്തിനോട് തുല്യമാണ്?
6നോട് തുല്യം. നമുക്ക് ഈ 1 + 1 എന്ന് പറയുന്നത് ശരിക്കും 2 1 ഉണ്ട്. അപ്പോൾ 2 × 1. 2 + 2 എന്ന് പറയുന്നത് 2 2 ഉണ്ട്. അപ്പോൾ 2 × 2. 3 + 3 എന്ന് പറയുന്നത് 2 3 ഉണ്ട്. അപ്പോൾ 2 × 3. അതാണ് നമ്മൾ എഴുതിയേക്കുന്നത്. അപ്പോൾ 6 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 3. അപ്പോൾ നോക്കിയാൽ നമുക്കിവിടെ ഇതിനെ എഴുതിയേക്കുന്നത് 2 × 1 + 2. 2 1 ഉണ്ട്. അപ്പോൾ 2 × 1 പിന്നെ +2 അത് എഴുതി. ദെൻ 2 + 2 എന്നുള്ളത് 2 2 ഉണ്ട്. അപ്പോൾ 2 × 2 +2. പിന്നെ ഇവിടെ 3 + 3 എന്നുള്ളത് 2 3 ഉണ്ട്. അപ്പോൾ 2 × 3 +2. അപ്പോൾ ഓർക്കുക, നമ്മൾ എഴുതിയേക്കുന്നത് ആദ്യം നമ്മൾ പറഞ്ഞ അനുസരിച്ച് എഴുതി, അത് കഴിഞ്ഞിട്ട് വേറൊരു രീതിയിൽ നമ്മളത് എഴുതി. ഇപ്പോൾ ഈ എഴുതുമ്പോൾ നമുക്ക് ഉത്തരം 4 6 8 തന്നെ കിട്ടത്തുള്ളൂ. ഇവിടെ 2 × 1 2 2 + 2 4 2 × 2 4 4 + 2 6 2 × 3 6 6 + 2 8 തന്നെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ മാറുന്ന സംഖ്യകൾ, ഈ മാറുന്ന സംഖ്യകൾക്കാണ് ഇവിടെ ബ്ലൂ കളർ കൊടുത്തേക്കുന്നത്. നോക്കിയേ 1 2 3 ഉണ്ടോ? ഇതാണ് മാറുന്ന സംഖ്യകൾ. മാറാതെ വന്നേക്കുന്നോ +2 +2 +2 അത് മാറിയിട്ടില്ല. ഇവിടെയോ +2 +2 +2 എന്നുള്ള മാറിയിട്ടില്ല. 2 × 2 × 2 × അതും മാറിയിട്ടില്ല. അപ്പം ഈ എഴുതിയേക്കുന്നതും തുല്യമാണെന്ന് നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മളോട് പറഞ്ഞേക്കുന്ന കാര്യമാണ്, ആഡ് ടു എ നമ്പർ 2 more than the number. ഇപ്പോൾ ഇവിടെ കിട്ടിയേക്കുന്ന എന്താ, ആദ്യം നമ്മളെടുത്ത സംഖ്യ ഏതാണോ അതിൻ്റെ 2 ഇരട്ടി എടുക്കുക, അല്ലെങ്കിൽ 2 മടങ്ങ് എടുക്കുക, അതിൻ്റെ കൂടെ 2 കൂട്ടുക. ഇപ്പോൾ ഇവിടെ 2 എടുത്തു, അപ്പോൾ 2 × അതിൻ്റെ 2 ഇരട്ടി എടുത്തു, അതിൻ്റെ കൂടെ 2 കൂട്ടി. 3 ആണ് വരുന്നതെങ്കിൽ അതിൻ്റെ 2 ടൈംസ് എടുത്തു, അതിൻ്റെ കൂടെ 2 കൂട്ടി, അല്ലേ? അപ്പം നമ്മൾ ഈ എഴുതിയേക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് എന്തിനോട് തുല്യവാ? ഏതാണോ സംഖ്യ അതിൻ്റെ 2 മടങ്ങ് എടുത്തിട്ട് അതിൻ്റെ 2നോട് അതിൻ്റെ കൂടെ 2 കൂട്ടുന്നതിനോട് തുല്യമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ആഡ് ടു എ നമ്പർ 2 more than the number is equal to, ഈ ആഡ് ടു എ നമ്പർ 2 more than the number നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നതാണ്. അതെന്തിനോട് തുല്യമാണ്? ഈസ് ഈക്വൽ ടു ആഡിങ് 2 twice the number. 2 അതിൻ്റെ ആ സംഖ്യയുടെ ടോയ്സ് 2 മടങ്ങിനോട് കൂട്ടുന്നതിന് തുല്യമാണ്. അപ്പോൾ നമുക്ക് ആഡിങ് 2 twice the number. അപ്പോൾ ഒരു സംഖ്യയും അതിനോട് 2 കൂട്ടിയതും തമ്മിൽ കൂട്ടുക എന്നത് ഒരു സംഖ്യയുടെ 2 മടങ്ങിനോട് 2 കൂട്ടിയതിന് തുല്യമാണ്. അപ്പോൾ നമുക്ക് ബീജഗണിത രൂപത്തിൽ എങ്ങനെ എഴുതാം? അപ്പം ഇത് ഇങ്ങനെ എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് ബീജഗണിത രൂപം എഴുതാനായിട്ട് എളുപ്പമാണ്. കാരണം ചേഞ്ച് ചെയ്യുന്നതിന് നമ്മൾ എക്സ് കൊടുക്കുക, മനസ്സിലായി? അപ്പോൾ ഇവിടെ 1 2 3 1 2 3 എല്ലാം 1 2 3, അപ്പം അതെല്ലാം നമ്മൾ എക്സ് തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ x + 2 = നമുക്ക് എങ്ങനെ എഴുതാം? ഈ മാറാത്തത് +2 എന്നുള്ള അങ്ങനെ തന്നെ ഇട്ടു. ഇവിടെയും 2 × എന്നുള്ളത് മാറുന്നില്ല, അതുപോലെ +2 എന്നുള്ളത് മാറുന്നില്ല. അപ്പോൾ നമുക്ക് 2x + 2, ആ മാറുന്നതിന് നമ്മൾ എക്സ് ഒന്ന് കൊടുക്കുക. ഇതാണ് അതിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അടുത്തത് നോക്കാം. ആഡ് 1 to a number and subtract 2. ഒരു സംഖ്യയോട് 1 കൂട്ടി 2 കുറയ്ക്കുക. ഒരു സംഖ്യയോട് ആദ്യം 1 കൂട്ടണം, എന്നിട്ട് 2 കുറയ്ക്കണം. അപ്പോൾ നമ്മളിവിടെ നമ്പേഴ്സ് 1 2 3 തന്നെ എടുക്കുക. അപ്പം ഒരു 1 എന്ന് എടുത്തു, അതിൻ്റെ കൂടെ 1 കൂട്ടുക, ദെൻ 2 കുറയ്ക്കുക. അപ്പോൾ 1 + 1 - 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 + 1 എത്രയാണ് വരുന്നത്? 2 2 - 2 0. അപ്പോൾ ഇനി 0 ഉത്തരം വരുന്ന രീതിയിൽ നമ്മൾ നോക്കിയാൽ പോരെ. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കറിയാം 1ൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് 0 കിട്ടുന്നത്? 1 കുറയ്ക്കണം, അല്ലേ? അപ്പോൾ 1 - 1 0. അടുത്ത നമ്മൾ നോക്കുക 2 എന്നുള്ള സംഖ്യ എടുത്തു, അതിൻ്റെ കൂടെ 1 കൂട്ടി 2 കുറച്ചു. അപ്പോൾ 2 + 1 3 ആണ്, 3 - 2 = 1. അപ്പോൾ ഉത്തരം നമുക്ക് 1 കിട്ടണം, ഇതുമായിട്ട് റിലേഷനും ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്കറിയാം 2ൽ നിന്ന് എന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് 1 കിട്ടുന്നത്? കുറയ്ക്കുമ്പോഴാണ്, 1 കുറയ്ക്കുമ്പോൾ. അപ്പോൾ 2 - 1 = 1. ഇനി അടുത്ത നമ്മൾ മൂന്നാമത്തെ എടുത്തു, 3 എന്നുള്ള നമ്പർ എടുത്തു. അതിൽ നമ്മളിതുപോലെ തന്നെ ആദ്യം 1 കൂട്ടി പിന്നെ 2 കുറച്ചു. അപ്പോൾ 3 + 1 - 2 = 3 + 1 എന്നുള്ളത് 4 വരും. 4 - 2 2 എന്ന് കിട്ടി. ഇനി ഈ 3ഉം 2ഉം തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം 3 - 1 = നമുക്ക് 2 എന്നും കിട്ടി. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇതേ ഉത്തരങ്ങൾ തന്നെയാണ് ഇവിടെയും നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത്രയും നമ്മളോട് ചെയ്യാൻ പറഞ്ഞേക്കുന്ന കാര്യങ്ങളാണ്. അതായത് 1 + 1 ഈ 1 കൂട്ടി 2 കുറയ്ക്കുക എന്നുള്ളത് നമ്മളോട് ചെയ്യാൻ പറഞ്ഞേക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ നോക്കുവാണെങ്കിൽ മാറുന്ന സംഖ്യ ഏതാ? 1 2 3. അതാണ് നമ്മൾ എക്സ് കൊടുക്കേണ്ടത്. ഇനി മാറാതെ വന്നേക്കുന്നത് ഈ +1 അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണം, -2 എന്നുള്ളതും അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണം. ഇവിടെയാണെങ്കിലോ 1 2 3 മാറുന്ന സംഖ്യ നമ്മൾ എക്സ് കൊടുക്കേണ്ടത് ഇതാണ്. മാറാത്ത വന്നേക്കുന്ന -1 -1 -1. അപ്പം ഈ ആദ്യം എഴുതിയേക്കുന്നത് എന്തിന് തുല്യമാണ്? ആ ഏത് സംഖ്യയാണോ അതിനോട് 1 കുറയ്ക്കുന്നതിനോട് തുല്യമാണ്. ആ സംഖ്യയിൽ നിന്ന് 1 കുറയ്ക്കുന്നതിനോട് തുല്യമാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഓർഡിനറി ലാംഗ്വേജിൽ നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം ഇത് തന്നെ എഴുതിയിട്ടാണ് നമ്മൾ എഴുതുന്നത്. ആഡ് 1 to a number and subtract 2 is equal to
സബ്ട്രാക്റ്റിംഗ് 1 ഫ്രം ദ നമ്പർ. ആ നമ്പറിൽ നിന്ന് 1 കുറയ്ക്കുന്നതിനോട് തുല്യമാണ്. ഒരു സംഖ്യയോട് 1 കൂട്ടി 2 കുറയ്ക്കുക എന്നത് സംഖ്യയിൽ നിന്നും 1 കുറയ്ക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം? ഇവിടെ മാറുന്നതിനാണ് നമ്മൾ ഈ റെഡ് കളറിൽ കൊടുത്തേക്കുന്നതാണ് നമ്മൾ എക്സ് എന്ന് കൊടുക്കേണ്ടത്. അപ്പോൾ എക്സ് ബാക്കിയൊന്നും മാറുന്നില്ല. അപ്പോൾ എക്സ് പ്ലസ് 1 മൈനസ് 2 ഈക്വൽ ടു ഇവിടെ മാറുന്നത് എക്സ്. അപ്പോൾ എക്സ് മൈനസ് 1 അത് മാറുന്നില്ല, അതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക. ഇതാണ് അതിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ പ്രോബ്ലം, ഫ്രം എ നമ്പർ സബ്ട്രാക്ട് അനദർ. ഇപ്പോൾ ഇവിടെ വേറൊരു സംഖ്യയും കൂടെ കുറയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഒരു നമ്പറിൽ നിന്ന് വേറൊരു സംഖ്യ കുറയ്ക്കണം. ആൻഡ് ദെൻ ആഡ് ട്വൈസ് ദ സബ്ട്രാക്റ്റഡ് നമ്പർ. ഏത് നമ്പറാണോ നമ്മൾ കുറച്ചത് അതിൻ്റെ ഇരട്ടി നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അതിൻ്റെ ഇരട്ടി നമ്മൾ കൂട്ടണം. ഒരു സംഖ്യയിൽ നിന്നും മറ്റൊരു സംഖ്യ കുറച്ച സംഖ്യയുടെ 2 മടങ്ങ് കൂട്ടുക. അപ്പോൾ ഇവിടെ നമുക്ക് 2 സംഖ്യകൾ വേണം. അതുകൊണ്ട് നമുക്കിവിടെ ഇങ്ങനെ എടുക്കാം, 1 2 3 4 5 6 അങ്ങനെ 2 സംഖ്യകൾ വീതം എടുത്തു. അപ്പോൾ ആദ്യം 1 2 കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഫ്രം എ നമ്പർ സബ്ട്രാക്ട് അനദർ എന്നല്ല പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, 1 മൈനസ് 2. ഒരു നമ്പറിൽ നമ്മൾ വേറൊരു നമ്പർ കുറച്ചു, ഇവിടെ കുറച്ച സംഖ്യ ഏതാണോ അതിൻ്റെ 2 ഇരട്ടി നമ്മൾ കൂട്ടണം. പ്ലസ് 2 ഇൻറ്റു 2 ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? 1 മൈനസ് 2 പ്ലസ് 4 ഈക്വൽ ടു 3. അപ്പോൾ ഇവിടെ നമ്മൾ 2 സംഖ്യകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് തമ്മിലുള്ള എന്തെങ്കിലും ഈ ഉത്തരവും അത് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഇപ്പോൾ നമുക്കറിയാം ഇവിടെ 3 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1 2 ആണ് നമ്മളെടുത്ത സംഖ്യ. അപ്പോൾ 1 2 3 തമ്മിലുള്ള നമുക്ക് റിലേഷൻ നമുക്ക് പെട്ടെന്ന് അറിയാം. രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 3 കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം 1 + 2 ഈക്വൽ ടു 3. ഇനി നമ്മൾ 3 4 എടുക്കുവാണെങ്കിൽ അപ്പോൾ ആദ്യം കുറയ്ക്കണം നമ്മൾ അല്ലേ? അപ്പോൾ 3 മൈനസ് 4, എന്നിട്ട് എന്ത് ചെയ്യണം? ഈ കുറച്ച സംഖ്യ ഏതാണോ അതിൻ്റെ 2 ഇരട്ടി കൂട്ടണം. പ്ലസ് 2 ഇൻറ്റു 4 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 3 മൈനസ് 4 പ്ലസ് 8. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുമ്പം ആദ്യം നമ്മൾ ഈ വലിയ സംഖ്യകളാണ്, നമ്മൾ ഈ പ്ലസ് സൈനുള്ള സംഖ്യകൾ ആദ്യം കൂട്ടുക. 3 + 8. ഇപ്പോൾ 3 + 8 ചെയ്തിട്ട് 4 അതിൽ നിന്ന് കുറച്ചാൽ മതി. മനസ്സിലായോ? അപ്പോൾ നമ്മൾ 3 + 8 ചെയ്യുമ്പം നമുക്ക് എത്ര കിട്ടും? 11 കിട്ടും. 11ൽ നിന്ന് 4 പോകുമ്പോൾ 7. ഇനി 7ഉം 3ഉം 4ഉം തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോയെന്നാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ 3ഉം 4ഉം ആണ് എടുത്തത്. അപ്പോൾ 7 എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 3 + 4 ചെയ്യുമ്പോഴാണ് നമുക്ക് 7 കിട്ടുന്നത്. നേരത്തെ 3 ആയിരുന്നു ഉത്തരം. ഇപ്പോൾ 1 + 2 ചെയ്ത് നോക്കിയപ്പോൾ ഓക്കെ 3 കിട്ടി. ഇനി ഇവിടെ 7 ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. 3 + 4 ചെയ്യുമ്പോഴാണ് നമുക്ക് 7 കിട്ടുന്നത്. ഇനി 5ഉം 6ഉം എടുക്കുവാണെങ്കിലോ 5 മൈനസ് 6 നമ്മൾ കുറച്ചു, ആ കുറച്ച സംഖ്യയുടെ 2 ഇരട്ടി നമ്മൾ കൂട്ടി. പ്ലസ് 2 ഇൻറ്റു 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 മൈനസ് 6 പ്ലസ് 12 ഈക്വൽ ടു 11 എന്ന് കിട്ടും. ഇപ്പം നമ്മൾ ഇവിടെ നോക്കുമ്പം 5ഉം 6ഉം കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് 11 കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ 2 സംഖ്യ എടുത്തിട്ടാണ് നമ്മൾ റിലേഷൻ നോക്കേണ്ടത്. 1 2 3 4 5 6. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ എഴുതിയേക്കുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളാണ്. ഇതിൽ ചേഞ്ച് ചെയ്തേക്കുന്നത് ഏതൊക്കെയാണെന്ന് നോക്കുക. ഏതൊക്കെയാണ്? 1 3 5 2 4 6, പിന്നെ 2 4 6. ഈ 2 4 6 എന്നുള്ളത് രണ്ടാമത്തെ സംഖ്യയാണ് അല്ലേ? 2 4 6 എന്നുള്ള രണ്ടാമത്തെ സംഖ്യയാണ്. ഈ എഴുതിയേക്കുന്നത് നമ്മൾ ഒന്നാമത്തെ സംഖ്യ, ആദ്യം നമ്മൾ എടുക്കുന്ന സംഖ്യ. അപ്പോൾ അത് ചേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ സംഖ്യയുടെ 2 ഇരട്ടി കൂട്ടുക, അതാണ് നമ്മൾ എഴുതിയേക്കുന്നത്. ഇനി ഇവിടെ നോക്കിയേ, ഇത് നമ്മൾ ആദ്യം എടുത്ത സംഖ്യകളാണ്. 1 3 5 എന്നുള്ള ആദ്യം എടുത്ത സംഖ്യകളാണ്. ഇത് നമ്മൾ രണ്ടാമതെടുത്ത സംഖ്യകളാണ്. അപ്പോൾ അത് രണ്ടും കൂട്ടുമ്പോഴും നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ത് തന്നെയാണ്? ഇവിടെ ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ ഉത്തരം തന്നെയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള റിലേഷൻ നമുക്ക് എങ്ങനെ പറയാം? നമുക്ക് ചോദിച്ചേക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എന്തിനോട് തുല്യമാണ്? നമ്മൾ എടുക്കുന്ന സംഖ്യകൾ തമ്മിൽ കൂട്ടുന്നതിനോട് തുല്യമാണ് അല്ലേ? നമ്മൾ ആ 2 നമ്പറും കൂടെ ഏത് സംഖ്യയാണോ നമ്മൾ ഏതൊക്കെ 2 സംഖ്യയാണോ എടുത്തേക്കുന്നത് ആ 2 സംഖ്യകളും തമ്മിൽ കൂട്ടുന്നതിനോട് തുല്യമാണ്. അപ്പോൾ നമുക്ക് ഓർഡിനറി ലാംഗ്വേജിൽ എങ്ങനെ എഴുതാം? From a number subtract another and then add twice the subtracted number is equal to adding one number to another number. ഒരു സംഖ്യയിൽ നിന്നും മറ്റൊരു സംഖ്യ കുറച്ച സംഖ്യയുടെ 2 മടങ്ങ് കൂട്ടുക എന്നത് ഒരു സംഖ്യയോട് മറ്റൊരു സംഖ്യ കൂട്ടുന്നതിന് തുല്യമാണ്. അപ്പോൾ അതിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ ഇതാണ് ചേഞ്ച് ചെയ്യുന്നത് 1 3 5, അതിന് നമ്മൾ എക്സ് എന്ന് കൊടുത്തു. മൈനസ് രണ്ടാമത് ചേഞ്ച് ചെയ്ത നമ്പറിന് നമ്മൾ വൈ എന്ന് കൊടുത്തു. ദെൻ പ്ലസ് 2 മാറുന്നുണ്ടോ? ഇല്ല. അപ്പോൾ 2 ഇൻറ്റു ഇവിടെ 2 4 6, അത് രണ്ടാമത്തെ സംഖ്യയാണ്. അപ്പോൾ 2y ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. അപ്പോൾ എക്സ് മൈനസ് വൈ പ്ലസ് 2y ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മളിപ്പം 3 ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള പ്രോബ്ലംസ് കാണാം.
Thank you for watching. Please subscribe, like and share my channel JS Max Corner.